കുടുംബത്തിൽ കല്യാണങ്ങളുണ്ട്, എൻ്റെതായ ചിലവുകളുണ്ട്, പക്ഷെ അത് അടുത്ത വർഷം കാർ എടുക്കാനുണ്ട്. ഇങ്ങനെ എത്ര ന്യായീകരണങ്ങൾ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കൈവക്കാൻ, റസൂലേ ആ മൂന്നാൾക്കാരല്ലേ ഓലെ ഞാൻ ഏറ്റെടുത്തോളാം. പ്രിയമുള്ളവരെ, ആ ഒരു മാനസികമായ ഈമാനിക ധൈര്യം അതവർക്ക് എവിടുന്ന് ലഭിച്ചു? നമുക്കൊന്നുമില്ലാത്ത ആ ഒരു ഈമാനിക കരുത്ത് പ്രിയമുള്ളവരെ അവർക്ക് എവിടുന്ന് ലഭിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു അവരുടെ ചിലവുകളെല്ലാം ഏറ്റെടുത്ത് അവരുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നു. ആ യുദ്ധങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നു. ഈ മൂന്നിൽ ഒരു വ്യക്തി അങ്ങനെ ഒരു യുദ്ധത്തിൽ ഷഹീദാവാണ്. രണ്ടാമത്തെ വ്യക്തി വേറൊരു യുദ്ധത്തിലും ഷഹീദായി. മൂന്നാമത്തെ വ്യക്തി യുദ്ധങ്ങളിലൊന്നും ഷഹീദാവാതെ സാധാരണ കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള മരണം കൈവരിക്കുകയും ചെയ്യാൻ. ഇവര് മൂന്നുപേര് മരണപ്പെട്ടതിന് ശേഷം ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സ്വപ്നം കാണാൻ. ആ സ്വപ്നത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത്, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ശേഷം സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ഷഹീദാവാതെ കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യനാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ്? കാരണം ഇസ്ലാമിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ വ്യക്തി, ഷഹീദായ രക്തസാക്ഷിയായി മരണപ്പെട്ട രണ്ടുപേർ അവിടെ നിൽക്കെ കട്ടിലിൽ കിടന്ന് മരണപ്പെട്ട സാധാരണ ജീവിതം കൈവരിച്ച മനുഷ്യൻ എങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക? അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം ചെന്ന്, റസൂലേ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത് ഷഹീദല്ല, ഇന്ന മനുഷ്യനാണ്, അതെങ്ങനെയാണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തറിയോ? ത്വൽഹ അതിലിത്ര അത്ഭുതപ്പെടാൻ എന്താണെന്നാണ്. മൂന്നാമത് മരിച്ച മനുഷ്യൻ അഥവാ സാധാരണ മരണം കൈവരിച്ച മനുഷ്യൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമല്ലേ മരണപ്പെട്ടത്? മറ്റു രണ്ടാളുകൾ, ആ മനുഷ്യന്റെ മറ്റു രണ്ട് കൂട്ടുകാർ നേരത്തെ മരണപ്പെട്ടു പോയി. അപ്പോ അള്ളാഹുവിനെ ആരാധിക്കാൻ മൂന്നാമത്തെ മനുഷ്യന് കൂടുതൽ തൗഫീക്ക് ലഭിച്ചു എന്നാണ്. ആദ്യം ഷഹീദായ രണ്ടുപേരെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യം ഷഹീദായ രണ്ടുപേരെക്കാൾ കൂടുതൽ തസ്ബീഹുകളിൽ, തഹ്ലീലുകളിൽ, തക്ബീറുകളിൽ, തഹ്മീദുകളിൽ ആര് കൂടുതലുണ്ടായിരുന്നു? ആ കട്ടിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യൻ കൂടുതലുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഈ ഒരു ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന്